Good evening students. Welcome to a lecture series of mechanics. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പെൻഡുലം ഓൺ ആൻ ആക്സലറേറ്റിംഗ് കാർ ആണ്. ഒരു ആക്സലറേറ്റിംഗ് കാർ, എ കാർ ഈസ് ആക്സലറേറ്റിംഗ് വിത്ത് ആൻ ആക്സലറേഷൻ എ and suppose here you can consider a pendulum having a bob of mass m. ദെൻ അങ്ങനെ ഒരു പെൻഡുലത്തിൻ്റെ നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതും അത് വെച്ചിട്ട് അതിൻ്റെ വെക്റ്റർ ഫോഴ്സ് ഡയഗ്രം ഒക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയും അത് വെച്ചിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് നമ്മൾ അപ്പാരൻറ്റ് വെർട്ടിക്കലും ട്രൂ വെർട്ടിക്കലും അങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാരൻറ്റ് വെർട്ടിക്കൽ എന്താണെന്നും ട്രൂ വെർട്ടിക്കൽ എന്താണെന്നും അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പം അതിൻ്റെ ഒരു അനുബന്ധം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. നമ്മൾ ഇനീഷ്യലി കാർ ഈസ് അറ്റ് റസ്റ്റ് എന്ന് വിചാരിക്കുക. കാർ ഇനീഷ്യലി റസ്റ്റിലാണ്. എന്നിട്ടോ ഈ കാറ് സപ്പോസ് ദിസ് കാർ suddenly accelerates so what will be the observation with respect to an observer in the car? അതായത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിൽക്കുന്ന ഈ ഇവിടെ ഉള്ള ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒബ്സർവർ ഈ എന്താണ് കാർ സഡൻലി ആക്സലറേറ്റ് ചെയ്യപ്പെട്ടാൽ, കാർ റെസ്റ്റിൽ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. കാർ സഡൻലി ആക്സലറേറ്റ് ചെയ്താൽ ഒരു ആക്സലറേഷൻ എ ഫോർവേഡ് ഡയറക്ഷനിൽ ജനറേറ്റ് ചെയ്യും. ആ ആക്സലറേറ്ററിൻ്റെ ഫലമായിട്ട് ബോബ് എന്ത് സംഭവിക്കും? ബോബ് എന്ന് പറയുന്നത് ബാക്ക് ആൻഡ് ഫോർത്ത്, അതായത് ഇനീഷ്യലി കാർ മുന്നോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂ ടു ഇനേർഷ്യ കാർ മൂവ്സ് backwards opposite to direction of the acceleration initially and then swings back and forth അപ്പോൾ ഒരു പെൻഡുലം പോലെ ആക്ട് ചെയ്യും. ഇപ്പോൾ ഇനീഷ്യലി കാർ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക, ആക്സലറേഷൻ എ ഇല്ല എന്ന് വിചാരിക്കുക, കാർ റെസ്റ്റിലാണ്. അപ്പോൾ എം ജി ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബോബ് നിൽക്കുന്നത്. കാർ പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ കാർ ഇറ്റ് വിൽ ഡിസ്പ്ലേസ് ഫ്രം ദ വെർട്ടിക്കൽ ഡയറക്ഷൻ true vertical direction initially, and then it moves, it will oscillate back and forth as just like a pendulum. Okay, അപ്പോൾ ഇതാണ് പെൻഡുലത്തിൽ നമുക്ക് കാറിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്ന് വെക്റ്റർ ഡയഗ്രത്തിൽ ഫോഴ്സ് ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ inside the car, ആ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ വെർട്ടിക്കൽ എം ജി ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ദ ട്രൂ വെർട്ടിക്കൽ ഡയറക്ഷൻ. ബോബിന് കറസ്പോണ്ടിങ് ആയിട്ട് എം ജി ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ there is a fictitious force F
fictitious, which is minus ma, acting in the opposite direction of the acceleration. So with respect to an observer inside the car, there are two forces. One is fictitious force acting in this direction and the gravitational force. So the apparent vertical will be, the effective gravitational force will be the vector sum of these two. The apparent vertical is in this direction and pendulum എന്ന് വിചാരിക്കാം. നമുക്ക് ആ ആംഗിളിനെ phi 0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ this is the apparent vertical. So if the car suddenly accelerates, that means if there is some change in the acceleration of the car, അങ്ങനെ സംഭവിച്ചാലും മതി, കാറിൻ്റെ ആക്സലറേഷന് ചെറിയ ചേഞ്ച് സംഭവിച്ചാലും it will swing back and forth about apparent vertical like this. This is phi 0. This is again phi 0 and this angle is taken as phi. So phi is equal to 2 phi 0. Okay. ഇവിടെ phi 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫിഗറിൽ നിന്ന്, ഫ്രം ദിസ് ഫിഗർ you can write tan phi 0 is equal to opposite side by adjacent side. So ma divided by mg എന്ന് എഴുതാം. So a by g എന്ന് കൊടുക്കാം. So phi 0 is equal to arc tan a by g. And the displacement phi is 2 arc tan a by g. അപ്പോൾ ഒരു അപ്പാരന്റ് വെർട്ടിക്കലിന് ചുറ്റും ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേഷൻ ആണ് നമ്മളുടെ ഒരു എന്താ പറയുക, ഇൻസൈഡ് ദ കാറിൽ ഒരു ഒബ്സർവറിന് ആക്സലറേഷനിൽ സഡൻ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അയാൾക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് ഒരു പെൻഡുലം ആ രീതിയിൽ ഓസിലേറ്റ് ചെയ്യുന്നത്. ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ആ പെൻഡുലത്തിന് ബോബ് ഉണ്ടായാൽ അത് അപ്പാരന്റ് വെർട്ടിക്കലിന് ചുറ്റും ബാക്ക് ആൻഡ് ഫോർത്ത് ഓസിലേറ്റ് ചെയ്യും എന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, the pendulum swings back and forth. The pendulum swings back and forth, about apparent vertical with an angle phi 0 is equal to arc tan a by g. Okay, so ഒന്നുകൂടി ആ ഫിഗർ ഒന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. This is the true vertical. This is phi 0. This is phi. This is apparent vertical. And phi is equal to 2 phi 0. So 2 arc tan a by g. ഓക്കെ, ഇതാണ് നമ്മളുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ഡിസ്കഷനിൽ പ്രധാനമായും നമ്മൾ സംസാരിച്ചത് ഒരു പെൻഡുലത്തെ കുറിച്ചാണ്. പെൻഡുലം ഒരു ആക്സലറേറ്റിംഗ് കാറിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് കുറേ കൺക്ലൂഷൻസിലേക്കൊക്കെ നമ്മൾ എത്തി. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് in the accelerating car
is just like a horizontal gravitational force. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതായത് ഒരു കാർ ഇങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതാണ് കാർ എന്ന് വിചാരിക്കുക, കാർ ആക്സലറേഷൻ എ ഉണ്ടെങ്കിൽ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഫിക്റ്റീഷ്യസ് ഇസ് ഈക്വൽ ടു മൈനസ് എം എ. സോ ഇഫ് ദ കാർ ഈസ് ആക്സലറേറ്റിംഗ് with a uniform acceleration, then the fictitious force is proportional to the mass of the particle, just like a horizontal, just like as in the case of gravitational force. So അതുകൊണ്ടാണ് നമ്മളൊരു ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആക്ട്സ് ലൈക്ക് എ ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ, ഈ ഒരു ബിഹേവിയർ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മൾ ആദ്യം എടുക്കുന്നത്, നമുക്കറിയാം, നമ്മളൊരു ബലൂൺ എടുക്കുക. ദിസ് ഇസ് എ ബലൂൺ. ഇതൊരു സ്ട്രിങ്ങുമ കെട്ടി വെച്ചേക്കാണെന്ന് വിചാരിച്ചു. ഈ ബലൂണിൻ്റെ ഉള്ളിൽ ഞാൻ എയർ ആണ് ഫിൽ ചെയ്തതാണെന്ന് വിചാരിക്കും. ഫിൽഡ് വിത്ത് എയർ. എയർ കണ്ടെയ്ൻസ് സെവറൽ ടൈപ്സ് ഓഫ് ഗ്യാസസ്. ഇനി suppose you take a helium filled balloon, ആ ഹീലിയം ഫിൽഡ് ബലൂണിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്? ഹീലിയം ഫിൽഡ് ബലൂൺ എന്ന് പറയുന്നത് മുകളിലേക്ക് റൈസ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് നമുക്കെന്താ പറയുക, ഒരു ഹീലിയം ഫിൽഡ് ബലൂൺ ഒരു സ്ട്രിങ്ങും കെട്ടിയിട്ട് നമ്മൾ പറത്തി വിട്ടാൽ അത് മുകളിലേക്ക് ഉയർന്നു പോകും. അപ്പോൾ അതിനെന്താ കാരണം? ബലൂണിൻ്റെ താഴെ, സാധാരണ ബലൂൺ ആണെങ്കിൽ എം ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇവിടെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എം ജി ഉണ്ട്. പക്ഷേ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാളും കൂടുതൽ ഇഫക്റ്റീവായിട്ടുണ്ടാകുന്നത് ഹീലിയം മോളിക്യൂൾസ് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ഡ്രാഗ് ചെയ്യുന്ന ഇഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. അതിന് കാരണം എന്ന് ചോദിച്ചാൽ, ദ ഡെൻസിറ്റി ഓഫ് ദ ഹീലിയം ഈസ് സ്മോളർ ദാൻ ഡെൻസിറ്റി ഓഫ് ദ എയർ. എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ടാണ് that is why helium filled balloon rises as long as weight of the helium gas and the balloon fabric, balloon material is greater than weight of the air displaced. എന്ന് വിശദമാക്കാം. നമ്മളൊരു ഹീലിയം ഫിൽഡ് ബലൂൺ നമ്മൾ എയറിൽ ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഹീലിയം ഫിൽഡ് ബലൂൺ ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് എയറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഹീലിയം ഫിൽഡ് ബലൂൺ ഇപ്പോൾ നമ്മൾ ഒരു എം ടി ബോട്ടിൽ വെള്ളത്തിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ എങ്ങനെയാണോ ആ എം ടി ബോട്ടിൽ അടച്ചു വെച്ചേക്കുന്ന എം ടി ബോട്ടിൽ എങ്ങനെയാണ് വാട്ടർ മോളിക്യൂൾസിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അതേ രൂപത്തിൽ തന്നെ എയറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എയറിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എയറിൻ്റെ വെയിറ്റിനേക്കാളും കുറവാണ് ഹീലിയം ഉണ്ടാക്കുന്ന വെയിറ്റ് എങ്കിൽ ഇറ്റ് വിൽ മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് ഹീലിയം ഫിൽഡ് ബലൂൺസ് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. ഈ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
നമ്മൾ +2 തലത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ എന്തുകൊണ്ടാണ് ഹീലിയം ലൈറ്റ് എലമെൻ്റ് ആയതുകൊണ്ട് ഹീലിയം എങ്ങനെയാണ് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുന്നത്, ഹീലിയം ബലൂൺ എന്തുകൊണ്ടാണ് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേ ഒരു കോൺസെപ്റ്റ് നമുക്ക് നമ്മളുടെ ഒരു ആക്സലറേറ്റിംഗ് കാറിൽ നമ്മൾ ഒരു 2 ബലൂൺസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരു ഹീലിയം ഫിൽഡ് ബലൂണും അതേപോലെ തന്നെ ഒരു ഓർഡിനറി എയർ ഫിൽഡ് ബലൂൺ. സോ യു കൺസിഡർ 2 കാർസ് അല്ലെങ്കിൽ 2 balloons. One is helium filled അല്ലെങ്കിൽ air filled balloon. ആ കാറിൽ തന്നെ ഒരു ഹീലിയം ഫിൽഡ്, അത് എന്താ പറയുക, താഴെ നിന്ന് കെട്ടിവെക്കേണ്ടി വരും. ഒരു ഹീലിയം ഫിൽഡ് ബലൂണും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. Suppose the car suddenly accelerates. എന്ത് സംഭവിക്കും? കാർ സഡൻ ആക്സലറേഷൻ ആയാൽ ഈ എയർ ഫിൽഡ് ബലൂൺ initially move backwards due to inertia. But helium filled balloon will move forward. Move forward. ഹീലിയം ഫിൽഡ് ബലൂൺ മൂവ് ഫോർവേഡ്. കാരണം എന്താ? അവിടെ നമുക്കറിയാം ഹീലിയം ബലൂൺ എപ്പോഴും നമ്മളിപ്പോൾ ഒരു ബലൂൺ മുകളിലേക്ക് റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയം ബലൂൺ എന്ന് പറയുന്നത് ഇറ്റ് വിൽ മൂവ് ഓൾവേസ് അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇവിടെ നമ്മൾ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഫിക്ടീഷ്യസ് ഫോഴ്സ് ഒരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തതുകൊണ്ട് തന്നെ ആ ഫിക്ടീഷ്യസ് ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ഇതൊരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ദിസ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സോ helium filled balloon, it will move in this direction. Move initially in this direction and it swings back and forth. അതാണ് നമുക്ക് സാധാരണ അത് ഇത്തരത്തിലുള്ള അപ്പോൾ ഹീലിയം ഫിൽഡ് ബലൂൺ സംഭവിച്ചത് ഗ്രാവിറ്റേഷൻ നമുക്കൊരു അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മളുടെ ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ള കൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഈ ഹീലിയം ഫിൽഡ് ബലൂണും ഒരു എയർ ഫിൽഡ് ബലൂണും ഒരു ആക്സലറേറ്റിംഗ് കാറിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഹീലിയം എന്ന് പറയുന്നത് എയറിനേക്കാളും ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഹീലിയം എപ്പോഴും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് അത് മൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇറ്റ് വിൽ ഫ്ലോട്ട് ഇൻ എയർ. നമുക്കറിയാം ഹീലിയം ഫിൽഡ് ബലൂൺ എന്ന് പറയുന്നത് എയറിൽ ഫ്ലോട്ട് ചെയ്യും. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഹീലിയത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എയറിൻ്റെ ഡെൻസിറ്റിയേക്കാളും കുറവാണ്. ഓക്കെ, അപ്പോൾ അതേ കോൺസെപ്റ്റ് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചു. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഇവിടെ ഇഫക്റ്റീവായിട്ട് ഉണ്ടാവുന്നത്. ഫിക്ടീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയതുകൊണ്ട് ആ ഡയറക്ഷനിലെ മൂവ്മെൻറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും മറ്റേലൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാവരും കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതായത് ഒരു ഹീലിയം ഫിൽഡ് ബലൂണും ഒരു ഓർഡിനറി ഗ്യാസ് ഫിൽഡ് ബലൂണും തമ്മിലുള്ള ഈ മൂവ്മെൻറ്റിലുള്ള ആക്സലറേറ്റിംഗ് കാറിലുള്ള മോഷനിലുള്ള വ്യത്യാസം വളരെ കൃത്യമായിട്ട് നമുക്ക് അത് വെച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് another application, another problem which is very interesting. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെയും ഫിക്ടീഷ്യസ് ഫോഴ്സിൻ്റെയും ബേസിക് കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ദാറ്റ് പ്രോബ്ലം ഈസ് എ സിലിണ്ടർ
a cylinder on an accelerating plank. Accelerating plank. നമ്മളൊരു പ്ലാങ്ക്, ഒരു ചെറിയൊരു പലക കൺസിഡർ ചെയ്യാണ്. അതും ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. A cylinder of mass m and radius r. ഇതാണ് നമ്മളുടെ പ്രോബ്ലം. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ തന്നെ suppose the cylinder is accelerating with an acceleration a. Plank is accelerating with an acceleration a എന്ന് കൺസിഡർ ചെയ്യാം. Okay, and if a prime is the acceleration of the cylinder, a prime is the acceleration of the cylinder with respect to an observer on the plank. അപ്പോൾ നമ്മൾ ഈ പ്ലാങ്കുമ്പോൾ ഒരു ഒബ്സർവറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിലിണ്ടറിൻ്റെ ആക്സലറേഷനാണ് നമ്മൾ എഴുതിയത് എ പ്രൈം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ cylinder with respect to an observer on ground. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാങ്ക് ഉണ്ട്. ആ പ്ലാങ്ക് ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു an observer on the plank, the cylinder is rolling. നമുക്കിത് ഒരു കാര്യം കൂടി എഴുതാം. Cylinder is, we can imagine that the cylinder is rolling without slipping. Rolling without slipping. And the acceleration of the cylinder, the cylinder mass m nedutho, radius r nedutho, acceleration of the cylinder with respect to an observer on the plank is a prime. I have to find out the acceleration of the cylinder with respect to an observer on the ground. അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ഒന്നുകിൽ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഇനേർഷ്യൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ടിൽ ഒബ്സർവറെ ഒബ്സർവ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം, അതായത് പ്ലാങ്കുമ്മ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഫ്രെയിം ഈസ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം. ആ ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ പ്ലാങ്ക് വെച്ചിട്ട് നമ്മൾ ഇതിനൊരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഏതിന്? വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ ഗ്രൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രധാന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹിയർ ദ സിലിണ്ടർ ഈസ് rolling without slipping. What is its meaning? Very important. എന്താണ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. +2 തലത്തിൽ തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ പ്ലാങ്കുമ്മ ഒരു സിലിണ്ടർ, സപ്പോസ് ദ സിലിണ്ടർ ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഒരു റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് two motions. One is translational motion, translation of cylinder
and second one is the rotational motion of the cylinder. Rotational motion of the cylinder. അപ്പോൾ സിലിണ്ടർ റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ പ്ലാങ്കും സിലിണ്ടറാണുള്ളത്. ഈ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് the point of contact or the velocity of point of contact between the plank and the cylinder is 0. അതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈ സിലിണ്ടർ ഈ പ്ലാങ്ക് കൂടെ സ്ലിപ്പ് ചെയ്യാതെ വളരെ യൂണിഫോം ആയിട്ടാണ് റോൾ ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൻ്റെ ഈ പോയിന്റ് ഓഫ് എപ്പോഴും അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഈസ് the velocity of the point of contact will be always 0. അങ്ങനെ ആകുമ്പോഴാണ് നമുക്കത് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് വിൽ ബി ആർ ഒമേഗ എന്നുള്ള കണ്ടീഷൻ വരേണ്ടി വരും. അത്തരത്തിലുള്ള കേസുകളിലാണ് നമുക്ക് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ആർ ഒമേഗ വരുന്ന കണ്ടീഷൻസിലാണ് നമുക്ക് അത്തരം ബിഹേവിയർ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുക. അത് വളരെ പ്രത്യേകം ഓർക്കുക എന്ന് മാത്രം. വെലോസിറ്റി ഓഫ് ദ സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു ആർ ഒമേഗ ആണെങ്കിൽ വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗ ആണെങ്കിൽ നമുക്ക് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഇത് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലായതുകൊണ്ട് വി പ്രൈം ഇസ് ഈക്വൽ ടു ആർ ഒമേഗ പ്രൈം എന്ന് എഴുതാം. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എ പ്രൈം ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു ഡി ഒമേഗ പ്രൈം ബൈ ഡി ടി പ്രൈം. ഞാനത് മുഴുവൻ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് എഴുതുന്നത്. സോ എ പ്രൈം ഇസ് ഈക്വൽ ടു ആർ ആൽഫ എന്ന് എഴുതാം. Alpha is the angular acceleration. Okay. So if a cylinder is rolling without slipping, then A prime can be written as R into alpha prime. Alpha prime is the angular acceleration of the cylinder. This is the condition. Rolling without slipping. The bottom point of contact velocity എന്ന് പറയുന്നത് 0 ആയിരിക്കും. മാത്രമല്ല ഈ ഒരു ആംഗുലർ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഈ സിലിണ്ടർ എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈനിൽ ഒരു ലീനിയർ മോഷനിൽ സ്ട്രൈറ്റ് ലൈനിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയോട് കൂടി ട്രാവൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഫ് ഒമേഗ ഈസ് യൂണിഫോം. ഒമേഗ യൂണിഫോം അല്ലെങ്കിൽ അതിനനുസരിച്ച് വേരിയേഷൻ വരും. ഓക്കെ. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം നമ്മളുടെ തന്നേക്കണ പ്രോബ്ലം ഒരു പ്ലാങ്ക് എടുത്തു, ഒരു സിലിണ്ടർ എടുത്തു. പ്ലാങ്കിൻ്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. സിലിണ്ടർ ഈസ് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഓൺ ദ പ്ലാങ്ക്, the acceleration of the cylinder is a prime in this direction, and suppose the direction of the angular acceleration alpha prime is in the clockwise direction. Alpha prime clockwise ആണ്, clockwise ആണ് നമ്മൾ എടുത്തത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇങ്ങനെ എഴുതാം. എ പ്രൈം എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ with respect to an observer in non-inertial frame. Non-inertial frame. A is the acceleration of the plank. Acceleration of the plank. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിന് acceleration of the frame. Non-inertial frame. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ആൽഫ പ്രൈം ഈസ് ദ ആംഗുലർ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ. ആർ ഈസ് ദ
radius of the cylinder, and let I0 be the moment of inertia of the cylinder. And m is the mass of the cylinder. ഇത്രയാണ് നമ്മൾ എടുത്തേണ്ടത്. നമ്മളിതിൽ എ പ്രൈം എന്ന് പറയുന്നതും ആൽഫ പ്രൈമും നമ്മൾ എടുത്തേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ ഇൻ ദ നോൺ ഇനേർഷ്യൽ ഫ്രെയിം. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത് ഒരു നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. നമുക്ക് ഇതിൻ്റെ ഒരു ഫോഴ്സ് ഡയഗ്രാം ഒന്ന് വരയ്ക്കണം. നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ എങ്ങനെ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം? നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിശ്ചയമായും ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഉണ്ടായിരിക്കും, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ നോൺ ഇനേർഷ്യൽ ഫ്രെയിം എങ്ങനെയായിരിക്കും ഫോഴ്സ് ഡയഗ്രാം വരിക? ഫ്രെയിം ഇതാണ് സിലിണ്ടർ എന്ന് വിചാരിക്കുക. സിലിണ്ടറിന്റെ ആക്സലറേഷൻ എ പ്രൈം ഈ ഡയറക്ഷനിലാണ്. ഫ്രെയിമിന്റെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എ ആണ്. അതുകൊണ്ട് തന്നെ വിത്ത് റെസ്പെക്ട് ടു ദ സെന്റർ ഓഫ് മാസ് the fictitious force is acting in this direction. Fictitious force with respect to center of mass ആയിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ റേഡിയസ് ആർ എന്ന് വിചാരിക്കുക. ഈ സിലിണ്ടർ റോൾ ചെയ്യാണ്. റോൾ ചെയ്യുമ്പോൾ ഓരോ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റും പ്ലാങ്കുമായിട്ട് വരുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആ മോഷന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ? അതായത് ഇത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് കൺസിഡർ ചെയ്താണത്. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് ആക്ടിങ് ഓപ്പോസിറ്റ് ടു ഡയറക്ഷൻ ഓഫ് ദ മോഷൻ. സോ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ബി acting in this direction. Okay, so there are two forces. One is the fictitious force that is minus ma or ma in the opposite direction of the a prime. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. F എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. F fictitious is equal to minus ma, where a is the acceleration of the frame or acceleration of the plank എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. നമ്മൾ ആൽഫ പ്രൈമിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് എടുത്തേണ്ടത്. ആൽഫ പ്രൈം എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ എടുത്തു. സോ യു ക്യാൻ റൈറ്റ് the total force F can be written as Fi plus F0. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലെ ഫോഴ്സ് പ്ലസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്. Fi എന്ന് പറയുന്നത് ഇവിടെ F വരും. F0 എന്ന് പറയുന്നത് മൈനസ് ma എന്ന് വരും. Fn എന്ന് പറയുന്നത് ma പ്രൈം. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലെ ആക്സലറേഷൻ എ ആണ്, എ പ്രൈം ആണ്. സോ ma prime is equal to, you can write it as F minus ma is equal to ma prime. Equation number 1. Okay, ഫോഴ്സിന്റെ എക്സ്പ്രഷൻ കിട്ടി. ഇതൊരു റൊട്ടേഷണൽ മോഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടോർക്ക് എത്രയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. വൺ ഈസ് fictitious force. Second one is frictional force. So what is the net torque? അതാണ് ചോദ്യം. What is the net torque? നമുക്ക് ടോർക്കിന്റെ എക്സ്പ്രഷൻ അറിയാം. ടോർക്ക് ടോ is equal to വെക്റ്റർ ആർ ക്രോസ് എഫ് ആണ്. അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് എഴുതുകയാണെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പൊ നമ്മളുടെ ഈ സിലിണ്ടറിലെ
fictitious force act ചെയ്യുന്നത് it is acting about the center of mass അല്ലെങ്കിൽ it is acting along the center of mass. So torque due to this fictitious force is equal to 0. Force into perpendicular distance എന്ന് പറയുമ്പോൾ perpendicular distance എന്ന് പറയുന്നത് 0 വരുന്നത് കൊണ്ട് തന്നെ fictitious force എന്ന് പറയുന്നത് കൊണ്ടുണ്ടാവുന്ന fictitious force കൊണ്ടുണ്ടാവുന്ന torque എന്ന് പറയുന്നത് 0 വരും. So therefore the net torque will be torque due to the frictional force only. Frictional force only. Okay, so the torque is only due to the frictional force. So you can say that, you can write here torque tau is equal to R into F എന്ന് represent ചെയ്യാം. Force into perpendicular distance, angle between perpendicular distance and angle between radius vector and force is 90 degree. So R cross F is RF sin theta. So theta is equal to 90 degree. So RF എന്ന് വരും. What is its direction? നമുക്ക് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഇതാണ് R എന്ന് വിചാരിക്കുക, ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് വിചാരിക്കുക. So if you are finding out R cross F, then റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. R cross F എന്ന് പറയുമ്പോൾ the direction will be that means the screw is rotating in the anti-clockwise direction. Anti-clockwise ആയിട്ടാണ് ആ റൊട്ടേഷൻ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോർക്ക് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ടോർക്കാണ് എന്ന് നമുക്ക് ഇത് പറയാൻ പറ്റും. Anti-clockwise. The torque is acting in the anti-clockwise direction. Okay, but alpha prime is acting in the clockwise direction. You can put this as equation number 2. Alpha prime എന്ന് പറയുന്നത് clockwise direction. നമ്മളൊരു റിലേഷനും കൂടി നമ്മൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. The torque tau can be written as I0 into angular acceleration. എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പം ഇവിടുത്തെ കേസിൽ നമുക്ക് that will be can be written as minus I0 alpha prime. Why this negative sign? The negative sign represents the direction of the angular torque, which is in the anti-clockwise direction. Alpha prime is in the clockwise direction, but torque is in the anti-clockwise direction. That is why ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നത് minus I0 into alpha prime നമുക്ക് represent ചെയ്യാൻ പറ്റും. You can put that, so you can write RF is equal to minus I0 alpha prime, which is equation number 3. I0 എന്ന് പറയുന്നത് moment of inertia of the cylinder ആണ്. നമുക്കറിയാം if cylinder rolls without slipping, alpha prime is equal to, or A prime is equal to R into alpha prime. Okay, so alpha prime is equal to A prime or നമുക്ക് അവിടെ കിട്ടാം ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. ഇനി നമ്മൾ പഴയ ഇക്വേഷൻ വീണ്ടും എടുക്കുക. M A prime is equal to F minus M A നമ്മൾ എഴുതിയിട്ടുള്ളതാണ് ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന്. ഫ്രം ഇക്വേഷൻ നമ്പർ 1 നമുക്കറിയുന്നതാണ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. എഫ് നമുക്ക് ഈ റിലേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൈനസ് I0 ആൽഫ പ്രൈം ബൈ ആർ എന്ന് കൊടുക്കുക. സോ എം എ പ്രൈം ക്യാൻ ബി റിട്ടൺ ആസ് minus I0 alpha prime divided by R
മൈനസ് എം എ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ബട്ട് ആൽഫ പ്രൈം ഇസ് ഈക്വൽ ടു എ പ്രൈം ഡിവൈഡഡ് ബൈ ആർ. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം എ പ്രൈം ഇസ് ഈക്വൽ ടു മൈനസ് ഐ സീറോ എ പ്രൈം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എം എ എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആ റിലേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ എം എ പ്രൈം ഇസ് ഈക്വൽ ടു മൈനസ് ഐ സീറോ എ പ്രൈം ബൈ ആർ സ്ക്വയർ മൈനസ് എം എ എന്ന് എഴുതാം. സോ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ എം എ പ്രൈം പ്ലസ് ഐ സീറോ എ പ്രൈം ബൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് എം എ പ്രൈം മൈനസ് എം ഇൻറ്റു എ എഴുതാം. ഓക്കെ, പക്ഷേ ഐ സീറോ എന്ന് പറയുന്നത് നമ്മളൊരു സിലിണ്ടർ ആണ് എടുത്തത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ഫോർ എ സിലിണ്ടർ. So m a prime plus m r square a prime divided by 2r square is equal to minus m a എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഈ ആർ സ്ക്വയറും വെട്ടിപ്പോയി. സോ m പ്ലസ് m by 2 ഇൻറ്റു a prime is equal to minus m a എന്ന് എഴുതാം. So 2m plus m divided by 2 into a prime is equal to minus ma. So that is equal to 3 by 2m into a prime is equal to minus ma. So ഈ m നമുക്ക് ഇവിടെ വെട്ടി കളയാം. So a prime is equal to minus 2 by 3 into a എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യും. So this is the acceleration of the cylinder with respect to an observer in non-inertial frame. അപ്പോൾ എന്താണ് ഇനേർഷ്യൽ ഫ്രെയിമിൽ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുടെ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സോ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ സിലിണ്ടർ with respect to an observer on ground. ഗ്രൗണ്ടിൽ എങ്ങനെ നമുക്ക് ഗ്രൗണ്ടിലത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? with respect to an observer on the ground. നമുക്ക് let it be a എന്നെടുക്കാം. സോ നമുക്ക് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസിന്റെ കൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. a prime is equal to a minus a. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. a is equal to a prime plus a എന്ന് എഴുതാം. a prime is minus 2 by 3 into a plus a. So that is equal to 1 minus 2 by 3 into a. That is 3 minus 2 by 3. 1 by 3 into vector a. So acceleration of the cylinder with respect to an observer. Acceleration of the cylinder with respect to an observer on ground is 1 by 3a. അപ്പോൾ നമ്മൾ നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിലാണ് നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. ഇതേ പ്രോബ്ലം തന്നെ വേണമെങ്കിൽ നമുക്ക് ഇനേർഷ്യൽ ഫ്രെയിം, അതായത് ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷെ കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ കോംപ്ലക്സിറ്റി ഉള്ള ഒരു ഡെറിവേഷനാണ് അത്. കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഡെറിവേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഇതാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിംസ് ആൻഡ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ സെക്കൻഡ് സെമസ്റ്റർ BSc ഫിസിക്സ് സിലബസിൽ നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഫിക്റ്റീഷ്യസ് ഫോഴ്സിൽ വളരെ പ്രധാനപ്പെട്ട 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ
ഈ കഴിഞ്ഞ വീഡിയോയും ഈ വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് പെൻഡുലം ഇൻ ആക്സലറേറ്റിംഗ് കാർ, നെക്സ്റ്റ് വൺ ഈസ് സിലിണ്ടർ ഓൺ ആൻ ആക്സലറേറ്റിംഗ് പ്ലാങ്ക്. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിൻ്റെ അപ്ലിക്കേഷൻസ് ആയിട്ട് 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വലൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.